അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള തമ്മിൽ തല്ലിൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു മുസ്ലിം ലീഗ്, ഹൈക്കമാൻഡിനെ സമീപിച്ചിരുന്നു. ഈ വിഷയത്തിലും ലീഗിന് അതൃപ്തിയുണ്ട് അല്ലേ അഷ്കർ അലി? അരുൺ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ലീഗിൻ്റെ മുമ്പിൽ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രത്യേകിച്ച് യുഡിഎഫിൻ്റെ മുന്നണി സംവിധാനത്തെക്കുറിച്ച് തന്നെയാണ്. ലീഗിന് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുകൊണ്ട്, പക്ഷേ UDF എന്ന നിലയിൽ എത്തുമ്പോൾ അത് വലിയ ആശങ്ക ലീഗിന് മുമ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കോൺഗ്രസിലെ തർക്കങ്ങളും അനൈക്യങ്ങളും, അതുപോലെ തന്നെ ഏറ്റവും അവസാനം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയിലടക്കം മുസ്ലിം ലീഗിന് വലിയ കടുത്ത അതൃപ്തിയുണ്ട്. ഒരു ഘട്ടത്തിൽ VD സതീശനും കെ സുധാകരനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. പിന്നീട് VD സതീശനും രമേശ് ചെന്നിത്തലയും രണ്ട് ചേരിയായി പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ ശശി തരൂരുണ്ടാക്കിയ വിവാദം, ഇതെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ മുന്നണിയെ തന്നെ, അതിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്നു എന്നുള്ള ആശങ്കയാണ് മുസ്ലിം ലീഗിന് മുമ്പിലുള്ളത്. നേരത്തെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതൃത്വത്തോടും ഇക്കാര്യം പങ്കുവെച്ചില്ലെങ്കിൽ ആശങ്ക മുസ്ലിം ലീഗ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും അതിൽ ഒരു മാറ്റവുമില്ലാതെ അതേ വികാസങ്ങൾ ഇല്ലെങ്കിൽ അതേ സാഹചര്യങ്ങൾ തന്നെ മുന്നണിക്കകത്ത് തൊടുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തൊടുന്നതിൽ മുസ്ലിം ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. ഇന്ന് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലോ അല്ലെങ്കിൽ നേതൃത്വത്തിലോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ പരോക്ഷമായെങ്കിലും ആ നേതാക്കളുടെ വാക്കുകളിലൊക്കെ തന്നെ ഇത് നിലച്ചു നിന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്ന 27-ന് ചേരുന്ന UDFിൻ്റെ മുന്നണി യോഗത്തിൽ തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അവിടെ അറിയിക്കും. മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യും. അക്കാര്യങ്ങളൊന്നും പുറത്തു പറയില്ല എന്നുള്ള നിലപാടാണ് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചത്. എന്നാൽ യോഗത്തിന് തൊട്ട് മുമ്പായി PM ഇസ്ലാം നടത്തിയ പ്രതികരണത്തിലും കോൺഗ്രസിനകത്താണെങ്കിലും ലീഗിനകത്താണെങ്കിലും അല്ലെങ്കിൽ UDFിലെ ഓരോ ഘടകകക്ഷി നേതാക്കളും ഘടകകക്ഷികളും ഐക്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കണം, UDFിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു പരോക്ഷ വിമർശനം പങ്കുവെക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ അതൃപ്തി വലിയ തോതിൽ പുകയുന്നുണ്ട്. അതിനി ഈ വരുന്ന UDF മുന്നണി യോഗത്തിൽ എങ്ങനെയൊക്കെ വിവരങ്ങൾ നൽകിയത്.